അപ്പൊ ഇനി ഒരു സുപ്രഭാതത്തില് രഞ്ജി അങ്ങനെ കൊണ്ടുവരുമെന്നുള്ളതും അത് പറയാനൊന്നും പറ്റില്ല. നമ്മളിപ്പോൾ ഉള്ളത് സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുന്ന കരിവള്ളൂരിലെ തമ്പായിമ്മയുടെയും മകൻ രഞ്ജിയുടെയും വീട്ടിലാണ്. നമുക്ക് അവിടെ വിശേഷങ്ങൾ അവരോട് തന്നെ ചോദിച്ചറിയാം. തമ്പായിമ്മേ, നമസ്കാരം. തമ്പായിമ്മ ഇതുപോലെ രഞ്ജിയുടെ കൂടെ സോഷ്യൽ മീഡിയയിലേക്ക് ആദ്യമായി ഇറങ്ങി വരുമ്പം തമ്പായിമ്മക്കുണ്ടായ അനുഭവം എന്താണ്? ഞാൻ ദിവസം വരും ഇവിടത്തേക്ക്. അങ്ങനെ ഒരു ദിവസം അങ്ങനെ കത്തിയാളും എടുത്ത് ഒരു തുണിയെടുത്ത് ചുമലത്ത് വിട്ടിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ഇവൻ എന്നോട് ചോദിച്ചു, തമ്പായ്മ നിങ്ങൾ അടുത്തേക്ക് പോകുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടത്തിലേക്ക് പോകുന്നത് നിൻ്റെ അമ്മേനെ വിളിക്കാനാണ്. അവിടെ ഓലയുണ്ട് ഒരുപാട് എടുത്ത് വെച്ചിട്ട് നമുക്ക് രണ്ടാക്കും പോയിട്ട് കുറച്ച് കൊണ്ടുവരാമല്ലോ പറഞ്ഞിട്ട് ഓളെ വിളിക്കാനാണ് ഞാൻ വരുന്നു പറഞ്ഞു. എന്നിട്ട് അങ്ങനെ ഇവൻ അന്നേരം പറഞ്ഞു എന്നോട്, തമ്പായ്മ നിങ്ങളെ കൊണ്ട് എനിക്കൊരാവശ്യമുണ്ട്. ഞാൻ പറഞ്ഞു, എന്താ അന്നേരം പറഞ്ഞു, എനിക്കൊരമ്മേനെ വേണം ഇങ്ങനെ അഭിനയിച്ച് നിങ്ങൾക്കാകുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആവാണ്ടേ, നമുക്കൊന്ന് നോക്കി നോക്കാം, ഒരു ട്രയൽ നോക്കാം. ഇങ്ങനെ പറഞ്ഞു, ഒരു ട്രയൽ നമുക്ക് നോക്കാന്ന്. അങ്ങനെ അങ്ങോട്ടേക്ക് ധൈര്യം കൊടുത്തു. എന്നിട്ട് അതേ വേഷത്തിൽ തന്നെ ഞാൻ അവനോട് ചോദിച്ചു, ഇത് മാറ്റണോ, ഡ്രസ്സ് മാറ്റണോ എന്നല്ല, വേണ്ട ഇതേ വേഷം മതി പറഞ്ഞു. അതേ വേഷത്തിൽ പോയി ആ വീട്ടിൽ പോയിട്ടാണ് ഞങ്ങൾ അഭിനയിച്ചത്. ഇതാണ് ആദ്യത്തെ അഭിനയം എനിക്ക്. അതൊരു നല്ലൊരു അഭിനയം തന്നെ. എന്താ വെച്ചാൽ ഇവൻ വണ്ടി എടുത്തിട്ട് പോകുമ്പോൾ അതിൽ കുറച്ച് എണ്ണ കുറവായിരുന്നു. ആ എണ്ണ അതിൽ കുറവായതുകൊണ്ട് ഇവൻ എന്നോട് ഒരു കുപ്പി ചോദിക്കും. അമ്മ ഒരു കുപ്പി എടുത്തോണ്ട് നിന്ന്, ഞാൻ എന്നിട്ട് ഈ ബ്രാൻഡി കുപ്പിയില്ലേ ആ ഒരു കുപ്പിയാണ് ഓന് കൊണ്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇവൻ എന്നോട് ചോദിച്ചു, ഈ കുപ്പിയെ ഇടുന്ന് കിട്ടൂലോ, ഇത് ആരും ഇതെല്ലാം കുടിച്ച് നിൽക്കുന്നു. ഞാനെന്നോ അവനോട് അടുത്ത വായിക്കുന്നു, എൻ്റെ അച്ഛൻ. രഞ്ജി, അതുപോലെ ഇങ്ങനെ ഈ ഒരു ആശയം, അതായത് ഇതുപോലെ സ്ക്രിപ്റ്റ് തയ്യാറാക്കി നമ്മൾക്ക് ഫേസ്ബുക്കിൽ ഇടണം എന്നുള്ള ഒരു ആശയം മനസ്സിൽ തോന്നാനിടയായത് എങ്ങനെയാണ്? റീൽസ് തുടങ്ങാനുള്ള സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ഞാൻ ഇടക്കിടക്ക് എപ്പോഴെങ്കിലും ഒരു ഷോർട്ട് ഫിലിമിൽ ഞാൻ ചെയ്യലുണ്ട്. അതിന് കുറച്ച് ബഡ്ജറ്റ് ആവുന്നതുകൊണ്ട് ഞാൻ റീൽസിൽ ഒട്ടുമിക്ക എല്ലാവരും ചെയ്യുന്നു റീൽസ് സംഭവം. ഞാൻ റീൽസിലേക്ക് അങ്ങനെ ഒന്ന് ചെയ്താലോ എന്ന രീതിയിലാണ് ഞാൻ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഇന്നലെ തമ്പായ്മ ഉണ്ടായിട്ടാ. എന്നിട്ട് നമ്മൾ 4 പേര്, ഞാൻ, ശ്രീജോട്ടൻ, മനു, ബിജു, അത് നമ്മുടെ ടീം. നമുക്കൊന്ന് ചെയ്താലോ, ഞാൻ ജസ്റ്റ് ഒരു കണ്ടന്റ് എഴുതാം. അങ്ങനെ ഞാൻ ഇതിൻ്റെ ഡയറക്ഷനും സ്ക്രിപ്റ്റും എല്ലാം ഞാൻ തന്നെ. അങ്ങനെ ഞാൻ ഒരു മണിക്കടല, സ്റ്റാർട്ടിങ്ങിൽ മണിക്കടല എന്ന സാധനം ഞാൻ തുടങ്ങുന്നു ഫസ്റ്റ്. എന്നാൽ എനിക്ക് ഫേസ്ബുക്കിൽ ഏറ്റവും ഞാൻ ഫേസ്ബുക്കിൽ എന്ത് ഇട്ടാലും എനിക്ക് കൂടി വന്നാൽ 2000 3000, എൻ്റെ ടോപ്പ് വ്യൂസ് പറഞ്ഞാൽ 4000 വ്യൂസാണ് ഫേസ്ബുക്കിൽ കിട്ടുന്നത്. എന്ത് ഞാൻ മലക്കം പറഞ്ഞാലും 4000, അതിൻ്റെ അപ്പുറം പോലില്ല. ഞാൻ ഈ റീൽസ്, ഈ മണിക്കടല എന്ന സംഭവം ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് 4 ആൾ കൂടിയിട്ട് പ്ലാൻ ചെയ്തിട്ട് ഒന്ന് അഭിനയിച്ചു. അത് ഞാൻ ഈ ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിൽ മൊത്തത്തിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇത് 2000 കഴിഞ്ഞു, 3000, 4000 കഴിഞ്ഞു, ഇത് 10000 കഴിഞ്ഞു. എനിക്ക് എന്നെ കിട്ടിയിട്ട് പറഞ്ഞു, നമ്മൾ 4000 വലിയ സംഭവം കാണുന്നത് 10,000 കഴിഞ്ഞു, 15, 20, അത് 45,000 ആൾ കണ്ടു. ഞാൻ വെച്ചാൽ എന്റെ ദൈവം ഇങ്ങനെ ഉണ്ടോ സംഭവം. പിന്നെ എനിക്ക് ഭയങ്കര ഉഷാറായി എല്ലാവരും. എന്നാൽ എനിക്ക് ഞാൻ ഫോണിലെ ചെയ്യില്ല, എന്നാൽ ആ സമയത്ത് എനിക്കില്ല, വേറെ ഫോൺ എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ പിന്നെ ഒന്നുകൂടെ എടുക്കാല. അങ്ങനെ ഞാൻ ചക്കര പൊന്നയിലെ സംഭവം ഞാൻ എടുത്തു. അത് പിന്നെ എന്റെ പെണ്ണാണാൻ പോകുന്ന ഒരു സംഭവം, അതെല്ലാം എന്നാലും തമ്പായ്മയില്ല, എന്റെ മനസ്സിലേ ഇല്ല അമ്മയമ്മ. അതിങ്ങനെ 50,000 ആള്, 1,00,000 ഇങ്ങനെ പോകുന്ന സംഭവം. ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. കുറെ ആൾ എന്നെ വിളിക്കുന്നു, ഭയങ്കര അഭിപ്രായം വരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ എഴുതുന്ന സമയത്ത് എനിക്കൊരു അമ്മയുടെ വേഷം എനിക്ക് ചെയ്യണം. ഞാൻ ആരപ്പോ ചെയ്യിക്കുന്നുണ്ട്, അന്നേരം തമ്പായ്മ ഇതില്ല എനിക്ക്. ആരപ്പോ ഇങ്ങനെ ആലോചിക്കുന്നു, പറഞ്ഞു പുറത്തുനിന്ന് വിളിക്കാൻ ഇല്ല, അങ്ങനെ പറയാനും പറ്റില്ല. എന്നിട്ട് അവസാനം തമ്പായ്മ ഇതേ കണക്ക് തന്നെ അമ്മേനെ വിളിക്കാൻ വേണ്ടി കണ്ടത്തിലേക്ക് ഓല മണ്ണിൽ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ വെച്ചു, തമ്പായ്മ ഒറ്റ റോളുണ്ട് ചെയ്യാനാവോ, തമാശ കഴിച്ചു, എന്താ ആവാണ്ടെന്ന് എടുത്ത വായിക്ക്. ഞാൻ വേറെ വർത്താനൊന്നുമില്ല, നേരെ ആ വീട്ടിൽ പോയിട്ട് ഇതേ കണ്ട ബ്രാൻഡ് ഈ സംഭവം, ചെറിയ സംഭവം ഇല്ലു, ഒറ്റ ഡയലോഗ് ഇല്ലു, മറ്റേ ബായന എന്റെ അച്ഛൻ പറഞ്ഞിട്ട് ആ 2 സംഭവം ഇല്ലു. അതിൽ തന്നെ ആള് തമ്പായ്മേനെ ഏറ്റെടുത്തു. അതാണ് നമ്മളൊരു സ്റ്റാർട്ടിങ് ചെയ്ത സംഭവം. പിന്നെ ഞാൻ ഇടക്കിടക്ക് തമ്പായ്മ വെച്ച് ചെയ്തു. എല്ലാം തമ്പായ്മേരെ അഭിനയം എന്ന് വെച്ചാൽ നാച്ചുറലാണ്, വെച്ചാൽ അഭിനയാന്ന് തോന്നില്ല. എങ്ങനെയാ നമ്മൾ സംസാരിക്കുന്നത്, അതാണ് തമ്പായ്മേരെ വിജയം ഏറ്റവും കൂടുതൽ. എനക്കെല്ലാം ഭയങ്കര നാടകീയതും മറ്റൊരു അഭിനയം ബലം പിടുത്തലുണ്ട്. അല്ല, ഒരുപക്ഷെ കുറെ മേക്കപ്പ് ഇട്ട് പിന്നെ ഇതെല്ലാം ഇട്ട് വന്ന് നമ്മൾ ആ ഒരു ഇതോടെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ആ ഒരു പക്ഷെ ആ തനി നാടൻ വേഷത്തിലാണ് ആൾക്കാർ അത് ഹൃദയങ്ങളിലേക്ക്. അതുകൊണ്ടാണ് എല്ലാരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. വീട്ടിൽ നടക്കുന്ന ഒരു നാട്ടുമുത്ത് നടക്കുന്ന നാച്ചുറലായ സാധനം ഞാൻ
സ്ക്രീനിൽ വരുന്നോണ്ടാണ് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. അതെ, ഇത്രത്തോളം ഇപ്പം തമ്പായിയമ്മേനെ ജനഹൃദയങ്ങൾ, കാരണം ഇപ്പോൾ ആ ഒരു ടൈം ആകുമ്പം എനിക്ക് തോന്നുന്നു എല്ലാവരും ആ ഒരു റീൽസ് വരാത്ത എന്തേന്ന് നോക്കി നിൽക്കുന്ന ആ ഒരു ടൈം പോലെ ഉണ്ടെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു. ഒരുപാട് ആരാധകർ, എനിക്ക് തോന്നുന്നു രഞ്ജിനെക്കാളും തമ്പായിയമ്മേനെ കാണാനുള്ള ഒരു ആഗ്രഹമാണ് തോന്നുന്നു എല്ലാവർക്കും. എല്ലാവരും ഇപ്പം സോഷ്യൽ മീഡിയയിൽ ആ ടൈമിനെ വന്ന് നോക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഒരുപാട് അതിലേക്കുള്ള വ്യൂവേഴ്സിനെ എല്ലാം കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. അത് അതിനുള്ള മൊത്തം ക്രെഡിറ്റും തമ്പായിയമ്മക്ക് തന്നെയാണ്. നമുക്കിപ്പോ ഇപ്പൊ മെസ്സഞ്ചറിലായാലും വേറെ കണ്ടാൽ പോലെ ഇന്ന് വീഡിയോ ഇല്ലേ കാണണം. ഇപ്പൊ എന്നെ പുറത്തെ കണ്ട് കൊടുത്തു, തമ്പായ്മ കൊടുത്തു. ഫസ്റ്റ് ചോദ്യം അതാണ്. ഞാനിപ്പോ അങ്ങനെ ഇങ്ങോട്ട് വന്നാൽ തന്നെ ആ റോഡ് ആരെങ്കിലും കണ്ടും കാണാൻ ബൈക്കോ കാറോ ഒന്നായി അവിടെ നിർത്തും എന്നെ കാണുമ്പോ. ഞാനിങ്ങനെ അന്തം വിടും അന്നേരം. ആരിപ്പോ ഇത് എനിക്കറിയാത്ത ആളായിരിക്കും സംഭവം, പക്ഷെ ഇത് പറയാനൊന്ന് നിർത്തുന്നാടാ. അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ എന്തെങ്കിലും ഒരു മൂഡ് ഓഫ് ആയ സമയത്ത് ഇങ്ങനെയാണെങ്കിൽ തമ്പായിമാരെ വീഡിയോ കാണുന്നെങ്കിൽ അറിയാണ്ട് അങ്ങ് അതെല്ലാം അങ്ങ് മറന്നു പോകും. ഒരു പൊട്ടിച്ചിരിയാ നമുക്ക് ഉണ്ടാകുന്നത്. കാരണം അങ്ങനെ ആ ഒരു രീതിയിലാണ് നിങ്ങൾ എല്ലാ റീൽസും നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഒരു സന്തോഷം നമുക്ക് ആ ഒരു നിമിഷം എല്ലാം മറക്കാനുള്ള ഒരു മിനിറ്റ് ആ കാണുന്നത് ഒരു വളരെ ഒരു സന്തോഷമുള്ള കാര്യം തന്നെ. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഇവിടെയുള്ളവർ കുറെ ആള് പ്രചോദനം ഉണ്ട് തോന്നല്ലേ കൂടുതൽ. ഈ റീൽസിൽ അവതരിപ്പിക്കുന്നത് പോലെ തന്നെയാണോ ഈ രഞ്ജി? അതും കൂടി തമ്പായ്മ ഒന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു. അതുപോലെ തന്നെ എന്റെ മോനെ കണക്ക് തന്നെ. അതുകൊണ്ട് എനിക്ക് ധൈര്യം നല്ലോണം ഉണ്ട്. എന്താ വെച്ചാൽ ഇതെന്റെ മോനെ കണക്ക് തന്നെയല്ലേ, മറ്റേ പുറമേ ഇല്ല ആരും അല്ലല്ലോ. അല്ല, പണിക്ക് പോകാനെല്ലാം മടി തന്നെയാ ആർക്ക്? ഇവൻ വന്നിട്ട് ഇത് എഴുതുന്നല്ലേ, ഇത് എഴുതി സ്ഥലം അല്ല, ഇത് എഴുതണമെങ്കിൽ തല ഉണ്ടാക്കണം. അതെ, അല്ല പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നുണ്ട് രാവിലെ മഴയായാലും ഉറങ്ങി എണീക്കൂല ഒന്ന്. പിന്നെ തമ്പായ്മ എന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ നേരെ കയറി ഒരു പാമ്പിനെ കണ്ട് മുകളിൽ കയറി. അപ്പൊ ഇതെല്ലാം ജീവിതത്തിൽ ഇല്ല തന്നെയാണോ? എടുക്കല് അല്ല, ജീവിതത്തിലും അങ്ങനെ തന്നെയാണോ മോൻ എന്നുള്ളത് അറിയണല്ലോ. എങ്ങനെ തമ്പായ്മയുടെ ഫാമിലി എനക്ക് 2 മക്കളാണ് നല്ലത്. അവർക്ക് 2 മക്കളുണ്ട്. 2 മക്കള്, 2 പെണ്ണുമക്കള്. അല്ല, മോന് ഒരാണും ഒരു പെണ്ണും. മോൻ 9ൽ പഠിക്കുന്നു, മോള് 4. ഓള് ചെറുങ്ങനയില് അഭിനയിക്കുന്നുണ്ട്. 4ലാണ്. നോർത്ത് സ്കൂളിൽ ഓള് പഠിക്കുന്നത്, മറ്റേ ഓൻ പഠിക്കുന്നത് ഹൈസ്കൂളിൽ 9ലാണ്. പിന്നെ മോൾക്ക് 2 മക്കളുണ്ട്. എന്റെ അച്ഛനും അമ്മയും പിന്നെ ഏട്ടനുണ്ട്, ഏട്ടത്തിയുണ്ട്, കുഞ്ഞുണ്ട്, മോളുണ്ട്. പിന്നെ അവര് വേറെ വീടിട്ടപ്പുറം. ഇടയ്ക്ക് ഞാൻ ഷൂട്ട് എടുക്കുന്ന ഏട്ടനെടുക്കുന്ന വീടിപ്പോ അച്ഛനും അമ്മയും ഞാനും ഇല്ല. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ടില്ല? ഇല്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എല്ലാരും കൂടെ ഒരു പെണ്ണിനെ ഇടുന്ന കിട്ടുമോ നോക്കി ഇങ്ങനെ ഇലാക്കിയിട്ട് അത് നോക്കണം. അതാണ് കാര്യമായിട്ട് നോക്കണ്ടപ്പ. അതാണ് കാര്യമായിട്ട് വേണ്ടത്. ഒരു പെണ്ണ് വേണം ഇപ്പൊ. അല്ല, തമ്പായമ്മ വിളക്കെല്ലാം സ്വീകരിക്കുന്നതെല്ലാം കാണുമ്പോൾ അമ്മയും ഇത് യാഥാർത്ഥ്യം തന്നെയാണോ അല്ല യാഥാർത്ഥ്യം കഴിഞ്ഞോന്നുള്ളത് നമുക്ക് അറിയുന്നില്ലല്ലോ. കഴിഞ്ഞിട്ട് ഒരു പെണ്ണാണ് ഇപ്പം വേണ്ടത് കാര്യമായിട്ട്. സുപ്രഭാതത്തില് രഞ്ജി അങ്ങനെ കൊണ്ടുവരുമെന്നുള്ളതും അത് പറയാനും പറ്റില്ല. അതുപോലെ തന്നെ നമ്മളിപ്പം ഈ സോഷ്യൽ മീഡിയയിലെല്ലാം കുറച്ച് നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് നമ്മളൊരു റീലെല്ലാം ചെയ്ത് കുറച്ച് അങ്ങോട്ടേക്ക് ഉയരലായി എന്ന് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സമൂഹത്തിൽ നിന്ന് പോസിറ്റീവ് ഒരുപാടുണ്ടെങ്കിലും അതിൻ്റെ കൂടെ തന്നെ നെഗറ്റീവും ഉണ്ടാവും അല്ലേ? അപ്പം ഇത് പറയാൻ എന്താ അതെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ടാവും, നെഗറ്റീവ് അടിക്കുന്നത് എന്താ അപ്പം അതെന്ന് പറഞ്ഞിട്ട് നെഗറ്റീവ് കമൻറ്റുകൾ പറയുന്നവരും ഉണ്ടാവും. അങ്ങനെ നമ്മളെ നാട്ടിൻ പുറത്തു നിന്നും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? പിന്നെ അല്ല, എന്തായാലും നമ്മൊരു എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്തായാലും ഒരു നെഗറ്റീവ് എന്തായാലും ഉണ്ടാവും. അതിലൊരു നമ്മളെ പോസിറ്റീവ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഇഷ്ടമുള്ള ടീമുണ്ട്. അതിലൊരു നമ്മുടെ നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും പിന്നെ മറ്റുള്ളവരോട് വന്ന് വേറെ പണിയിലെ രീതിയിലൊന്നും സ്റ്റാർട്ടിങ് എല്ലാം ഇങ്ങനെ പറഞ്ഞ ഞാൻ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, വേറെ ഒരു രീതിയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ അവർക്ക് അതാവാൻ പറ്റാത്തത് കൊണ്ട് ഉണ്ടാവും. പിന്നെ ഞാൻ പിന്നെ അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കൂല. ഇതുപോലെ നമുക്ക് അതിന്റെ വകയിൽ തന്നെ മനസ്സിലൂടെ അങ്ങനെ അലട്ടിക്കൊണ്ടുവന്നാൽ നമുക്കൊന്നും കാര്യം നടക്കൂല. പറയേണ്ടവർ പറയട്ടെ. പിന്നെ ഒരിക്കലും ഞാനൊരു വൾഗറായിട്ട് അങ്ങനെ ചെയ്യുന്നതല്ല. നമ്മൾ രണ്ടാളെ ഒരു ചിരിക്കുന്നുണ്ടെങ്കിൽ ചിരിച്ചോട്ടുള്ള രീതിയിൽ കോമഡി രീതിയിൽ ഇതുവരെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലോ. ഈ റീൽസ് എടുക്കുമ്പം നമുക്കൊരു ആശയം മനസ്സിലേക്ക് വരണമല്ലോ, അതെങ്ങനെയാണ് രഞ്ജി ഉണ്ടാക്കുന്നത്? അതെന്ന് വെച്ചാല് പിന്നെ ഓൾറെഡി ഇപ്പം നമ്മളിപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ 2-3 കണ്ടന്റ് ഓൾറെഡി എടുത്ത് വെക്കും, ഞാൻ എഡിറ്റാക്കി വെക്കും. അത് കഴിയാനാകുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ നെഞ്ചത്ത് പട വരും, അടുത്ത വീഡിയോ ഒന്ന് ഞാൻ ചെയ്യേണ്ട രീതിയിലേക്ക് വരും. പക്ഷെ ഞാനത് പിന്നെ രാത്രിക്കൊന്നും അങ്ങനെ പുറത്തും പോലെ കുറവാണ്. ഞാൻ നേരെ വീട്ടിൽ റൂമിനോട് ഇരിക്കും, ജസ്റ്റ് എന്തെങ്കിലും കണ്ടും പിടിക്കാൻ ആലോചിക്കും. ഇങ്ങനെ എന്തെങ്കിലും കാര്യം എനിക്ക് ഉള്ളതും ജസ്റ്റ് ഒരു എനിക്ക് ചെറിയൊരു പോയിന്റ് കിട്ടിയാൽ മതി എന്തെങ്കിലും സംഭവം. പിന്നെ ഞാൻ കുറച്ചൊരു വൈഡെല്ലാം ആക്കിയിട്ട് ഞാൻ എഴുതലാണ്. വലിയ പണിയുണ്ട് സത്യം പറഞ്ഞാല്, തല ഉണ്ടാക്കുന്ന കേസാണ് എനിക്ക് പറഞ്ഞാല്. അത്രക്കും വർക്ക് ഉണ്ട്. വെച്ചാല്
ഈ കോമഡി ഇപ്പം ഡാൻസ് എല്ലാം ആണെങ്കിൽ ഓൾറെഡി 10 തലമുറക്ക് വേണ്ട പാട്ട് കിട്ടി ഓൾറെഡി ഉണ്ട്. ഡാൻസ് കളിക്കുക ഉണ്ട് വിഷയമല്ല, ഏതെങ്കിലും ഒന്ന് എടുത്ത് ഇടുക. പക്ഷെ നമ്മളങ്ങനെയല്ല, കുറെ ആള് റീൽസ് ചെയ്യുന്നുണ്ട്, ഇത് കണക്ക് കോമഡി സംഭവം ചെയ്യുന്നുണ്ട്. അതിലൊരു പിന്നെ അവരെ അത് എടുക്കാണ്ട് കോപ്പിറൈറ്റ് അല്ലാണ്ട് നമ്മളെ സ്വന്തം സൃഷ്ടി ഇതുവരെ ഞാൻ അങ്ങനെ എടുത്തിട്ട് വേറെ ഒരാളെ കോപ്പി ഒന്നും അടിച്ചിട്ടാ. അതുകൊണ്ടാണ് എല്ലാവർക്കും ഇഷ്ടം വെച്ചാല്. ഇതന്നെ ഇതില് വലിയ പണിയാ സ്ക്രിപ്റ്റ്. അപ്പൊ ഇനി ഒരു സിനിമയിലേക്കെല്ലാം ചാൻസ് കിട്ടിയാൽ തമ്പായിമേൻ അങ്ങ് പോവുമായിരിക്കും അല്ലേ? ചെറിയ റോൾ മതി, വലുതൊന്നും വേണ്ട. ഇപ്പൊ നമുക്കറിയാം നമ്മളെ നാട്ടിൻ പ്രദേശങ്ങളിൽ നിന്നാണ് എല്ലാവരും ഇപ്പൊ സിനിമ ചെയ്യുന്നത്, സംവിധാനം ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന ഒരു റോളാണെങ്കിൽ ഞാൻ റെഡിയാണ്. തമ്പായിമ അല്ല, അതാണ് അങ്ങനെ ചെയ്യുന്ന റോള് ഈ നാട്ടിലെ എങ്ങ് കിട്ടിയാൽ മതി അന്നേരം. അത് നാട്ടിലെ തനി നാടൻ പെണ്ണായിട്ടുള്ള ആ ഒരു അതുപോലെ രഞ്ജിക്ക് തുടക്കം മുതൽ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടായല്ലോ, അവരിപ്പോഴും ഇതിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? അല്ല അതുപോലെ തന്നെ സപ്പോർട്ട് കൂടെ ഉണ്ടോ? പിന്നെ അവരിപ്പം കൂടെ തന്നെ ഉണ്ട്. ഇപ്പൊ അവർ എല്ലാരും പല മേഖലയിൽ പണിയെടുക്കുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ആ ടൈമിൽ എത്താൻ പറ്റുന്നില്ല. അതിന്റെ ഒരു ചെറിയ ഇതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യം ഞാൻ ഇത് റീൽ സ്റ്റോപ്പ് ആക്കേണ്ട ഇതിൽ ഇടക്കിടക്ക് തമ്പായിമനായിട്ട് ഞാൻ ചെയ്യുന്നത്. അവരെല്ലാരും കട്ടൊക്കെ ഉണ്ട്. അവര് ഇടക്കിടക്ക് പിന്നെ മെസ്സേജിലൊക്കെ കണ്ടന്റിന് എന്തെങ്കിലും അവർക്ക് ഐഡിയ വരുമ്പോ ഇപ്പം മനുവാനും ബിജുവാനും ശ്രീജോട്ടനായാലും എല്ലാരും ഭയങ്കര അതുകൊണ്ട് തന്നെ ഇത്ര പേരെ എത്താൻ കാരണം. അയ്യോ പിന്നെ അല്ലെങ്കിൽ നമ്മൾ എത്തൂല. ഫസ്റ്റ് അവര് സ്റ്റാർട്ടിങ് അവരില്ലെങ്കിൽ ഞാൻ ഇപ്പം ഒന്നും നമ്മൾ ആരും അറിയുകയും ചെയ്യില്ല, നമ്മളെ വീഡിയോ ഉണ്ടാവുകയും ചെയ്യില്ല. അതുപോലെ നിങ്ങളിപ്പോ ഒപ്പരം കൂടെ പോകുന്ന സമയത്ത് എവിടെന്നെങ്കിലും കാണുമ്പോ ഇത് തമ്പായിയമ്മ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടോ അതേ ഇല്ലോ സെൽഫി എടുക്കാനും മറ്റെടുക്കാനും അതെല്ലേ നല്ല കിട്ടുമ്പോ നമ്മൾക്കുള്ള ആ ഒരു സന്തോഷം അല്ലേ. പിന്നെ ഇത്രയും ഇനി വലിയൊരു പണി ഇത് ഒരു റീൽ ആവണം. ഇപ്പൊ ഒരു മിനിറ്റിന്റെ വീഡിയോ ആണെങ്കിലും അതിന്റെ പിന്നാമ്പുറം വലിയ പണിയാണ്. വലിയ പണിയാണ്. ഒരു 2 മണിക്കൂർ ചിലപ്പോൾ എടുക്കേണ്ടി. ശരിക്കും നമ്മളെല്ലാം ഇരുന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് തന്നെ നമ്മൾ വിചാരിക്കും നമ്മൾ കാണുന്നത് തമ്പായിമ്മ ആ ഒരു നാടൻ ഒരു ഇതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കൂട്ടായ്മയിലായി കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്രണ്ട്സുകളെല്ലാം ഇരിക്കുന്ന സമയത്ത് പറയും നോക്കിയ തമ്പായിമ്മേൻ്റെ ആ ഒരു തനി നാടൻ ഭാഷയും അതൊക്കെയാണ് നമ്മൾ ആ ഒരു ശരിക്കും പറഞ്ഞാൽ ആ റീൽസിലേക്ക് നമ്മൾ ഒരു അഡിക്റ്റ് ആക്കിയെന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊരു ദിവസം കാണാതിരിക്കുമ്പോൾ നമ്മൾക്കായാലും ഒരു എന്താ പോലെ തമ്പായിമ്മേനെ ഒരു വില്ല മിസ് ചെയ്യുന്നത് പോലെ ഇപ്പൊ നമുക്ക് തോന്നുന്നത്. അപ്പൊ അതുപോലെ ജനങ്ങൾ ഇങ്ങനെ ആരെങ്കിലും വിളിച്ചറിയിക്കോ, വേണ്ടപ്പെട്ടവരാരെങ്കിലും വിളിക്കോ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുന്നുണ്ട് ഈ കാര്യത്തിൽ? മെസ്സേജിൽ ഇഷ്ടമാണ് അയക്കലുണ്ട്. അങ്ങോട്ട് വരണം, എവിടെ സ്ഥലം കറക്റ്റ്, പിന്നെ തമ്പായിമ്മനെ കാണണം, ഇത്രയും നല്ല ഉഷാറായിട്ട് ചെയ്യുന്നില്ലേ, കൂടെ കട്ടക്ക് നിൽക്കുന്നില്ല എല്ലാം പറയുന്നു. അത് സത്യം. അത് സത്യമാണ്. ഇത്രയും പ്രായത്തിൽ നമ്മൾ ഇവിടെ നിൽക്കുന്ന പറഞ്ഞാൽ തന്നെ അത് വലിയ സന്തോഷമാണ്. ശരിക്കും പറഞ്ഞാല് അമ്മമാരോടെല്ലാം പറഞ്ഞാൽ ഒരിക്കൽ പോയടാന്ന് പറഞ്ഞാൽ പരിപാടിക്ക് പോയാലും ഞാൻ ജസ്റ്റ് ഒരു റീൽ നമുക്ക് ഇപ്പൊ എടുത്താലും എന്നിട്ട് എല്ലാവരും അയ്യോ ഇല്ലില്ല, ശരിക്കും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ആരുടെങ്കിലും കൂടിയിട്ട് ഒരു അമ്മ നല്ല ഡാൻസോ പാട്ടോ കളിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഫോൺ കാണിച്ചു കഴിഞ്ഞാൽ അവരവിടെ സ്റ്റോപ്പ് ചെയ്യും. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി തമ്പായിമ്മ ഇത്രത്തോളം ഇതാവുമ്പോ ആ ഒരു എല്ലാവർക്കും അവരവരുടെ കഴിവുകൾ എന്തായാലും ഉണ്ടാവും. അത് പുറത്തെടുക്കാൻ വേണ്ടി അല്ലാണ്ട് നമ്മൾ ഇപ്പൊ എല്ലാരും ചെയ്യുന്ന എല്ലാരും ചെയ്യാണ്ട് ഇപ്പൊ പല പ്ലാറ്റ്ഫോമും പിന്നെ സോഷ്യൽ മീഡിയയിലും എല്ലാം നമുക്ക് ഒന്നാമത് മെയിൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ പറയുമ്പോൾ മറ്റുള്ളവർ എന്ത് കരുതും അങ്ങനെയുള്ള ആ ഒരു ഇതാണ് ചിലവരിൽ ഉണ്ടാവുന്നത്. നമുക്ക് അതൊന്നല്ല, നമുക്ക് ശരിക്കും പറഞ്ഞാൽ തമ്പായിമ്മേനെ പോലെയുള്ളവർ മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ ആണ്. ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവർക്കുള്ള ഒരു ശക്തിയാണ്. അപ്പോൾ ഏതായാലും ഇവിടെ എത്തി തമ്പായിമ്മേനെയും രഞ്ജിനെയും നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അപ്പം തമ്പായിമ്മയുടെ ആഗ്രഹപ്രകാരം തന്നെ വലിയൊരു സ്ക്രീനിൽ ഇങ്ങനെ കാണാനുള്ള ഒരു അവസരവും കൂടി ഉണ്ടാവട്ടെ. അപ്പോഴും നമ്മൾക്ക് ഇതുപോലൊരു ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ഭാഗ്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.